3 വർഷമായി കൃഷിയിറക്കാതെ അനാസ്ഥ കാട്ടിയ തൃശൂർ കണിമംഗലത്തെ പാടശേഖര സമിതിക്കെതിരെയാണ് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ രംഗത്തെത്തിയത്. കണിമംഗലത്തെ 900 ഏക്കർ പാടശേഖരത്തിൽ കൃഷിയിറക്കേണ്ട ഉത്തരവാദിത്തം പാടശേഖര സമിതിക്കായിരുന്നു. എന്നാൽ കൃഷിയിറക്കാനായി വെള്ളം വറ്റിക്കാതെ പാടശേഖര സമിതി അനാസ്ഥ കാട്ടിയതോടെ വർഷത്തിൽ ഇരുപ്പൂ കൃഷി ചെയ്തിരുന്ന ഇവിടെ കൃഷി മുടങ്ങുകയായിരുന്നു. ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് സ്ഥലം സന്ദർശിച്ച കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. നിലവിലുള്ള സമിതിയുടെ അനാസ്ഥ കൊണ്ടാണ് ഈ കൃഷി മുടങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിലവിലുള്ള പാടശേഖര സമിതിയെ കൊണ്ട് തന്നെ കൃഷി ചെയ്യിപ്പിക്കുകയോ, അല്ലെങ്കിൽ ആ പാടശേഖര സമിതിയെ നിയമപരമായി തന്നെ മാറ്റി കൃഷിക്കാരുടെ ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ പാടശേഖര സമിതി, ആ സമിതിയെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയോ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. കൃഷി ചെയ്തിരുന്ന ഭൂമി തരിശായി കിടക്കുന്ന അവസ്ഥ മാറ്റാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു കാരണവശാലും വരുന്ന പൂവിൽ കൃഷി ചെയ്യാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവില്ല. എന്ത് വില കൊടുത്തുവാണെങ്കിലും ഇവിടെ കൃഷി ചെയ്യിപ്പിക്കാനുള്ള എല്ലാ നടപടിയും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ടാവും. തൃശൂർ പൊന്നാനി കോൾപ്പാടത്തെ ചെയർമാനായി CN ജയദേവൻ MP നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1 തൃശൂർ.